ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നിഫ്റ്റി 23,850 ലെവലിന് മുകളിലേക്ക് വ്യക്തമായി ബ്രേക്ക് ചെയ്ത് അവിടെ നിലനിൽക്കാതെ നിലവിലെ ലോവർ ഹൈ ലോവർ ലോ ട്രെൻഡ് മാറ്റാനാകില്ല. അതുവരെ മാർക്കറ്റ് കൺസോളിഡേഷൻ അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് തുടരാൻ സാധ്യതയുണ്ട്. തൽക്ഷണ സപ്പോർട്ടായ 23,000, 22,900 മേഖലയിലാണ്. മാർച്ച് 25-ന് നിഫ്റ്റി ഏകദേശം 1.7% ഉയർന്ന് റിലീഫ് റാലി തുടർന്നു. US ഇറാൻ സംഘർഷത്തിൽ ആശ്വാസ സൂചനകൾ ലഭിച്ചതാണ് പ്രധാന കാരണം. എന്നാൽ സീസ്ഫയർ സംബന്ധിച്ച അനിശ്ചിതത്വം, ക്രൂഡ് ഓയിൽ വിലയിലെ വൊളാറ്റിലിറ്റിയും മാർക്കറ്റ് സെന്റിമെന്റ്സ് ശ്രദ്ധയിൽ പിടിച്ചിരിക്കുന്നു. ടെക്നിക്കലായി മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ മെച്ചപ്പെട്ടെങ്കിലും പ്രധാന മൂവിംഗ് ആവറേജുകൾക്ക് താഴെയാണ് നിഫ്റ്റി ഇപ്പോഴും. അതിനാൽ ബ്രോഡർ ട്രെൻഡ് ഇപ്പോഴും ബെയറിഷ് ആയി കണക്കാക്കാം. 23,850 മുകളിലേക്ക് ഉറച്ച ബ്രേക്ക് വന്നാൽ മാത്രമേ ബുള്ളിഷ് റിവേഴ്സൽ സ്ഥിരീകരിക്കൂ. അതുവരെ 23,500, 23,600 റെസിസ്റ്റൻസും 23,000, 22,900 സപ്പോർട്ടുമായി റേഞ്ച് ട്രേഡിംഗ് പ്രതീക്ഷിക്കാം. കോൾ ഓപ്ഷൻ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് 24,000 സ്ട്രൈക്കിൽ കാണുന്നു. ഇത് ശക്തമായ റെസിസ്റ്റൻസ് ലെവലാണ്. 23,500, 23,000 ലെവലുകളിലും ശ്രദ്ധേയമായ പൊസിഷനുകൾ ഉണ്ട്. 24,000 സമീപത്ത് ശക്തമായ കോൾ റൈറ്റിംഗ് നടക്കുന്നത് ഈ ലെവലിനെ ഒരു സീലിംഗ് ആയി ഉറപ്പിക്കുന്നു. പുട്ട് ഓപ്ഷൻ ഭാഗത്ത് 23,000 സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നു. 22,500, 23,200 ലെവലുകളും ശക്തമായ സപ്പോർട്ട് നൽകുന്നു. 22,500, 23,000 മേഖല ശക്തമായ ഡൗൺ സൈഡ് സപ്പോർട്ടാണ്. പുട്ട് കോൾ റേഷ്യോ 1.21 ആയി ഉയർന്നു. ഫെബ്രുവരി മധ്യത്തിന് ശേഷം ഏറ്റവും ഉയർന്ന നിലയാണിത്. ഇത് മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് അണ്ടർടോൺ കാണിക്കുന്നു. എന്നാൽ ഈ പോസിറ്റീവ് സെന്റിമെന്റ്സ് നിലനിൽക്കുമോ എന്നത് പ്രൈസ് ആക്ഷനിൽ ആശ്രയിച്ചിരിക്കും. ഇന്ത്യ വിക്സ് 24.64 കുറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഉയർന്ന നിലയിലാണ്. 20-ന് താഴേക്ക് വരുമ്പോൾ മാത്രമേ സ്റ്റേബിൾ ബുള്ളിഷ് ട്രെൻഡ് ഉറപ്പാക്കാനാകൂ. US മാർക്കറ്റുകൾ ഫ്ലാറ്റ് ആണ്. ഡൗ, S&P 500, നാസ്ഡാക്ക് എല്ലാം ചെറിയ റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നു. US ഇറാൻ സംഘർഷമാണ് പ്രധാന ശ്രദ്ധാകേന്ദ്രം. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $102 മുകളിൽ കുതിച്ചു. ഏകദേശം 5% ഉയർച്ച. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴി സപ്ലൈ തടസ്സപ്പെടുമെന്ന ആശങ്കയാണ് ഇതിന് കാരണം. ഇത് ഇൻഫ്ലേഷൻ ഭീഷണിയും സെൻട്രൽ ബാങ്കുകളുടെ റേറ്റ് കട്ട് പ്ലാനുകൾക്കും തടസ്സമാകുന്നു. US മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് $9.3 ബില്യൺ ഔട്ട്ഫ്ലോ നടത്തി. ഇന്ത്യയിൽ മാർച്ചിൽ മാത്രം 1.12 ലക്ഷം കോടി FPI ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടുണ്ട്. ഇത് മാർക്കറ്റിൽ പ്രഷർ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഗോൾഡിന്റെയും സിൽവറിന്റെയും വിലകൾ ഇടിഞ്ഞു. ഡോളർ ശക്തിയും ക്രൂഡ് വില ഉയർച്ച മൂലമുള്ള ഇൻഫ്ലേഷൻ ഭയവുമാണ് കാരണം. ജപ്പാനിൽ ബോണ്ട് ഈൽഡുകൾ 1996-ന് ശേഷമുള്ള ഉയർന്ന നിലയിലാണ് എത്തിയിരിക്കുന്നത്. ഇത് ഗ്ലോബൽ മാർക്കറ്റുകളിൽ റേറ്റ് ഹൈക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം ഇന്ത്യയുടെ ഫെർട്ടിലൈസർ മേഖലയെ സാരമായി ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. LNG, അമോണിയ തുടങ്ങിയ കച്ചവട സാമഗ്രികളുടെ ലഭ്യത കുറഞ്ഞതിന്റെ ഫലമായി ഉൽപാദനം 10 മുതൽ 15% വരെ കുറയാൻ സാധ്യതയുണ്ട്. കാർഷിക സീസണിൽ ക്ഷാമം ഒഴിവാക്കാൻ സർക്കാർ 25,000 കോടി വരെ സബ്സിഡി വർദ്ധിപ്പിക്കേണ്ടി വരും. ഇത് ധനകാര്യ പ്രതിസന്ധി വളർത്തും. ലോക്സഭ 2026 ഫിനാൻസ് ബിൽ പാസാക്കിയിട്ടുണ്ട്. ഷെയർ ബൈബാക്കുകൾക്ക് 12% സർചാർജ് ഏർപ്പെടുത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലൂടെ കമ്പനികൾക്കും നിക്ഷേപകർക്കും ബൈബാക്ക് സംബന്ധിച്ച നികുതി കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായും മുൻകൂർ കണക്കാക്കാവുന്നതുമായ രീതിയിലും മാറും. സർക്കാർ വിദേശ ഫണ്ടുകൾ നിയന്ത്രിക്കാൻ FCRAയിൽ കടുത്ത നിരീക്ഷണ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ റദ്ദാക്കിയ, സബ്മിറ്റ് ചെയ്ത അല്ലെങ്കിൽ പുതുക്കാത്ത സംഘടനകളുടെ ഫണ്ടുകൾ നിയന്ത്രിക്കാൻ സിവിൽ കോടതി അധികാരമുള്ള പ്രത്യേക അധികാര സ്ഥാപനങ്ങൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ എയർലൈൻസ് 2026 വർഷത്തെ സമ്മർ ഷെഡ്യൂളിൽ ഏകദേശം ആഴ്ചയിൽ 23,000 ആഭ്യന്തര ഫ്ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കും. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 10% കുറവാണ്. വെസ്റ്റ് ഏഷ്യയിൽ ഉണ്ടായ സംഘർഷം വ്യവസായത്തെ ബാധിച്ചതാണ് ഇതിന് പ്രധാന കാരണം. ഇൻഡിഗോ, എയർ ഇന്ത്യ, സ്പൈസ് ജെറ്റ് പോലുള്ള കമ്പനികൾ ഓപ്പറേഷനുകൾ കുറയ്ക്കുകയാണ്. ജിയോപൊളിറ്റിക്കൽ പ്രതിസന്ധികൾ എയർ റൂട്ടുകൾക്കും ഡിമാൻഡിനും ആഘാതം വരുത്തുന്നതിനാൽ അടുത്ത കാലത്ത് കൂടുതൽ കപ്പാസിറ്റി കുറയാൻ സാധ്യതയുണ്ട്. ഇത് എയർലൈൻസ് മേഖലയിലെ തുടർച്ചയായ സമ്മർദ്ദം സൂചിപ്പിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഏറ്റവും പുതിയ ക്യാബിനറ്റ് മീറ്റിംഗിന്റെ പ്രധാന സന്ദേശങ്ങൾ ഉയർന്ന രാഷ്ട്രീയവും സാമ്പത്തിക സമ്മർദ്ദങ്ങളും നേരിടുന്ന സമയത്ത് കടുത്ത പോളിസി നിലപാട് സ്വീകരിക്കുന്നതായി വ്യക്തമാക്കുന്നു. ഫെഡറൽ അധികാരങ്ങൾ നിലനിർത്തുന്ന
നീക്കുന്നതിൽ നാഷണൽ ഗാർഡ് റോളിനെ ട്രംപ് ശക്തമായി പിന്തുണച്ചു. ഇതോടൊപ്പം ജെറോം പവൽ എന്നിവരുടെ മോണിറ്ററി പോളിസി സംബന്ധിച്ച വിമർശനം കൂടി ശക്തിപ്പെടുത്തി. ഉയർന്ന എനർജി വിലകൾ, നിയമപരമായ വെല്ലുവിളികൾ, ഇമിഗ്രേഷൻ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ സംബന്ധിച്ച ആശങ്കകളും ഉയർത്തപ്പെട്ടുവെന്നും അടുത്ത പൊളിറ്റിക്കൽ പോരാട്ടങ്ങളും തിരഞ്ഞെടുപ്പുകളും മുൻനിർത്തി കടുത്ത സമീപനത്തിന് സൂചന നൽകുന്നു. ഗൂഗിൾ തങ്ങളുടെ ടർബോകോണ്ട് അൽഗോരിതം അവതരിപ്പിച്ചതിനു ശേഷം സെമി കണ്ടക്ടർ സ്റ്റോക്കുകൾ സമ്മർദ്ദത്തിൽപ്പെട്ടു. ഇത് AI മോഡലുകളുടെ മെമ്മറി ആവശ്യകത കുറയ്ക്കാൻ കഴിയും. ഉയർന്ന നിലവാരമുള്ള മെമ്മറി ചിപ്സിന്റെ ഭാവി ഡിമാൻഡ് കുറയാമെന്ന ആശങ്ക ഉണർത്തി. മൈക്രോൺ ടെക്നോളജി, വെസ്റ്റേൺ ഡിജിറ്റൽ, എൻവിഡിയ, അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് പോലുള്ള പ്രധാന കമ്പനികളുടെ ഷെയറുകൾ കുറഞ്ഞു. എങ്കിലും ഈ വികസനം AI കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ആമസോൺ, മൈക്രോസോഫ്റ്റ് പോലുള്ള ഹൈപ്പർ ക്ലയന്റ്സിന് ചിലവ് കുറയ്ക്കുകയും ചെയ്യുമെങ്കിലും നേരത്തെ ശക്തമായ AI ഡ്രിവൺ ഡിമാൻഡ് കാരണം ഉയർന്നിരുന്ന സെമി കണ്ടക്ടർ മേഖലയിൽ അടുത്ത കാലത്ത് അനിശ്ചിതത്വം ഉളവാക്കി. കോഡിയാക് സയൻസ് കമ്പനികളുടെ ഷെയറുകൾ മാർച്ച് 26-ന് ഏകദേശം $38.95 വരെ 71% ഉയർന്നു. കാരണം അവരുടെ മെഡിസിനായ സെൻഫുഡയുടെ പരീക്ഷണങ്ങൾ മികച്ചതായതാണ് കാരണം. ഡയബറ്റിക് റെറ്റിനോപ്പതി രോഗികളിൽ 62.5% പേർക്ക് ചികിത്സയുടെ ഫലം ലഭിച്ചു. നിയന്ത്രണ ഗ്രൂപ്പുകളിൽ വെറും 3.3% മാത്രം ഫലിച്ചു. ഗുരുതര പ്രശ്നങ്ങളിലേക്കുള്ള സാധ്യത 85% കുറവാണ്. കമ്പനിക്ക് റെഗുലേറ്ററി അംഗീകാരം വേഗത്തിൽ നേടാനുള്ള സാധ്യതയുണ്ട്. ഇത് നിക്ഷേപകരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ 10 മാസത്തിൽ 1000% ലാഭം വന്നിട്ടും ഷെയർ ഇപ്പോഴും അതിന്റെ ഉന്നത തലത്തിനു താഴെ തന്നെയാണ് നിൽക്കുന്നത്. ഗാർഡിയം IVF, സാത്വിക് ഗ്രീൻ എനർജി, ടോളിൻസ് ടയർസ് പോലുള്ള സ്റ്റോക്കുകൾ മാർച്ച് 27-ന് IPO ലോക്ക് ഇൻ കാലാവധി അവസാനിക്കുന്നതുകൊണ്ട് ശ്രദ്ധയിലാകും. ഇതോടെ പ്രാഥമിക നിക്ഷേപകർ ഓപ്പൺ മാർക്കറ്റിൽ ഷെയറുകൾ വിറ്റഴിക്കാൻ സാധിക്കും. ഇത്തരം ലോക്ക് ഇൻ കാലാവധിയുടെ അവസാനങ്ങൾ സാധാരണയായി മാർക്കറ്റിൽ സപ്ലൈ വർദ്ധിപ്പിക്കുകയും നിക്ഷേപകരുടെ സെന്റിമെന്റ്സിനെ ആശ്രയിച്ച് ചെറിയ കാലത്തെ ഫ്ലക്ച്വേഷന് കാരണമായേക്കാം. അടുത്ത മാസങ്ങളിൽ നിരവധി കമ്പനികളുടെ സമാനമായ ലോക്ക് ഇൻ അവസാനങ്ങൾ ഉണ്ടായിരിക്കുന്നതിനാൽ മാർക്കറ്റ് ലിക്വിഡിറ്റിയും ഷെയർ മൂവ്മെന്റ്സിനും ഇത് പ്രധാന ട്രെൻഡായി പരിഗണിക്കാം. ഷെയർ ബൈബാക്കുകളിൽ 12% സർചാർജ് പ്രമോട്ടർമാർക്ക് മാത്രം ബാധകമാകുമെന്ന് ഇൻകം ടാക്സ് വകുപ്പ് വ്യക്തമാക്കി. പുതിയ നികുതി നിയമത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം ഇതിലൂടെ തീർക്കുന്നു. റീറ്റെയിൽ നിക്ഷേപകർക്ക് നേരിട്ട് ഇതിലൂടെ പ്രതികൂല ഫലമുണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ പ്രമോട്ടർമാർ ബൈബാക്ക് വഴി ഷെയറുകൾ വഹിക്കുമ്പോൾ അധിക നികുതി ബാധകമായിരിക്കും. ഇത് ഫിനാൻസ് ബിൽ പ്രൊവിഷൻസിനെ കൂടുതൽ വ്യക്തവും ലക്ഷ്യമിട്ടുമാകുന്നു. അപ്കമിംഗ് കോർപ്പറേറ്റ് ആക്ഷൻസ്: ചെന്നൈ പെട്രോളിയം ഇന്ററിം ഡിവിഡന്റ് 8 രൂപ, ഗുജറാത്ത് കോട്ടക്സ് ലിമിറ്റഡ് റൈറ്റ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ, IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് ബോണസ് ഇഷ്യൂ 1:1, ട്രിട്ടൺ വാൽവ്സ് ബോണസ് ഇഷ്യൂ 3:1, TVS മോട്ടോർ കമ്പനി ഇന്ററിം ഡിവിഡന്റ് ₹12, ക്രിസിൽ ലിമിറ്റഡ് ഫൈനൽ ഡിവിഡന്റ് ₹28, IREDA ഇന്ററിം ഡിവിഡന്റ് ₹60, R&B ഡെനിംസ് ലിമിറ്റഡ് ബോണസ് ഇഷ്യൂ 1:1, സ്റ്റോക്ക് സ്പ്ലിറ്റ് 2:1, TVS ഹോൾഡിംഗ് ലിമിറ്റഡ് ഇന്ററിം ഡിവിഡന്റ് ₹86. ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന ന്യൂസുകളെല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ളതാണ്. ഇത് വ്യൂസ് മാത്രമാണ്, റെക്കമെൻഡേഷൻ ബേസിലല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടി വിദഗ്ധ ഉപദേശം നേടേണ്ടതാണ്. ഇന്നത്തെ എന്റെ സ്റ്റോക്കിംഗ് വ്യൂ CDSLനെ പറ്റിയാണ്. സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്. നമുക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് 2 ഡെപ്പോസിറ്ററികളാണ് ആകെയുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു മൊണോപ്പൊളി ബിസിനസ് ആണ്. അത് NSDLും CDSLും ആണ്. ഇതൊരു പ്ലാറ്റ്ഫോം ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് കൂടുന്നതനുസരിച്ച് ഇവരുടെ റവന്യൂയിലും ചേഞ്ചസ് വരും. ഇനി ഇതിലെ റിസ്ക് സെബി കൊണ്ടുവരുന്ന പ്രൈസിംഗ് ചേഞ്ചസ്, അതുപോലെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് അനുസരിച്ചിട്ട് മാർക്കറ്റിന്റെ വോളിയത്തിൽ വ്യത്യാസം വന്നാലും ഇവരുടെ റവന്യൂ കുറയാനും സാധ്യതയുണ്ട്. ആവറേജ് ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നോക്കുവാണെങ്കിൽ 35% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. ഈ അടുത്തായിട്ട് ആ ഗ്രോത്തിൽ റവന്യൂ ഗ്രോത്തിൽ സ്ലൈറ്റ്ലി ഒരു ഡൗൺ വന്നിട്ടുണ്ട്. എന്നാലും സ്റ്റോക്ക് നമുക്ക് ഒരു ഷോർട്ട് ടു ലോങ് ടേമിലായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാവുന്നതാണ്. CDSL ഓൾമോസ്റ്റ് ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. പക്ഷെ ഇതിന്റെ PE ഇപ്പോ ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. ഒരു ഷോർട്ട് ടേമിൽ ഒരു ചെറിയ പ്രോഫിറ്റ് കുറവ് ഇതിൽ വന്നിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഡിപ്പെൻഡ് ചെയ്ത ബിസിനസ് ആണ് ഇവരുടേത്. അടുത്തിടെയുണ്ടായ കറക്ഷനിൽ സ്റ്റോക്ക് ഏകദേശം 35% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു SIP കാൻഡിഡേറ്റ് ആയിട്ട് ആഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. പ്രത്യേകം പറയുന്നു, ഇത് ഒരു റിസർച്ച് റെക്കമെൻഡേഷൻ അല്ല, എന്റെ ഒരു വ്യൂ മാത്രമാണ്. നിങ്ങൾ വിദഗ്ധ ഉപദേശം തേടി ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്.